أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സൃഷ്ടാവായ അള്ളാഹുവിനെ അവസാന നിമിഷം വരെയും പരിപൂർണമായും ഇത്താഅത്ത് ചെയ്ത് വഴിപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളെവരോടും വസിയ്യത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശിഷ്ടകാല ജീവിതം പരിപൂർണമായും സൃഷ്ടാവായ ആ റബ്ബിനെ വണങ്ങി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാവനമായ വിശുദ്ധ റമളാനിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കാൻ തുടങ്ങുകയാണ്. റഹ്മത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം മഗ്ഫിറത്തിന്റെ ദിവസങ്ങളുടെ പര്യവസാനത്തിലേക്ക് നാം എത്തുകയാണ്. ഓരോ നിമിഷങ്ങളും അനർഘവും അമൂല്യവുമായ വിശുദ്ധ ദിനങ്ങളാണ് നമ്മിലൂടെ കടന്നു പോവുക. ദിവസങ്ങളെ പരിശുദ്ധമായ ജുമുഅ ദിവസത്തെ കൊണ്ടും മാസങ്ങളെ വർഷത്തിലെ റമദാൻ കൊണ്ടും വർഷത്തെ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ കൊണ്ടും പടച്ച റബ്ബ് വേറിട്ട് നിർത്തിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് അതിനെ ആഗ്രഹിക്കുന്ന വിശ്വാസികളോട് 1000 തിരുവചനങ്ങളിലൂടെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ മനോഹാരിതയും സാഹിത്യഭംഗിയും വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യായമാണ് 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാൻ. അതിന്റെ 68 മുതൽ 71 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതിയത്. ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നബിയെ, അയ്യു ദംബി അഅ്ലം, ഏതാണ് ഏറ്റവും വലിയ പാപം പ്രവാചകരെ? പുണ്യപ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അൻ തജഅല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക, അൻ തജഅല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക. ആരാധനക്കർഹൻ അല്ലാഹു ആണെന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു വിശ്വാസി അത് മാറ്റിക്കൊണ്ട് പടച്ച റബ്ബിനോടൊപ്പം തന്റെ സൃഷ്ടാവിനോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്തുകൊണ്ട് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ പാതകം. ചോദിച്ചു, നബിയെ, സുമ്മ അയ്യുൻ, പിന്നെ ഏറ്റവും വലിയ പാപം ഏതാണ് റസൂലല്ലാഹ്? പറഞ്ഞു, അൻ തഖ്തുല വലദക, അൻ തഖ്തുല വലദക തഖാഫു അൻ യതഅമ മഅക. നീ നിന്റെ കുഞ്ഞുകുട്ടിയെ, നിന്റെ പിഞ്ചു പൈതലിനെ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ വളർന്ന പുറത്തേക്ക് വന്ന അക്കാലഘട്ടത്തിൽ പറഞ്ഞാൽ പുറത്തേക്ക് വന്ന ശേഷം ഇന്ന് പുറത്തു പോലും വരുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹു തരാൻ ആഗ്രഹിച്ച, നൽകാൻ ആഗ്രഹിച്ച പിഞ്ചു പൈതലിനെ അവൻ നിന്നോടൊപ്പം ഭക്ഷണം കഴിച്ചു പോകും. അവൻ നിന്നോടൊപ്പം നിന്റെ ഉപജീവനത്തിന്റെ ഒരു വിഹിതം അവൻ കൂടെ സ്വയത്തമാക്കുമെന്ന് കരുതിക്കൊണ്ട് അതിനെ കൊലപ്പെടുത്തുക. സുമ്മ അയ്യു നബിയെ, പിന്നെ ഏതാണ് ഏറ്റവും വലിയ പാതകം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്തസാനി ഖലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചാരത്തിന് വിധേയമാക്കല. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, അനാഥത്വം പേറി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയ, അടിവരയിട്ടുകൊണ്ട് സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഭാഗമാണ് വിധവകൾ. ആ വിധവകളുടെ വിഷയം ആഴ്ചകളോളം പറയാനുണ്ട്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആ നിയമത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബഹുഭാര്യത്വത്തിന്റെ ചർച്ചകൾ വന്നപ്പോൾ 4 ആഴ്ചകളോളം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം ബഹുഭാര്യത്വം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞുപോയി. ഏതാകട്ടെ, പരിശുദ്ധതയിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചൊരു വിഷയമാണ് വിധവകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളൊഴികെ മറ്റു മുഴുവൻ ഭാര്യമാരും വിധവകളായിരുന്നു. അതും തന്റെ യൗവനകാലം
ഏറ്റവും പ്രസരിപ്പുള്ള കാലം, ഒരു സ്ത്രീയിലേക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്ന കാലം. ആ കാലങ്ങളിൽ പരിശുദ്ധ റസൂൽ വിവാഹം ചെയ്തവരെല്ലാം വിധവകളായിരുന്നു. ഒന്നിലധികം ആളുകൾ വിവാഹം കഴിച്ചവർ, 4ഉം 5ഉം മക്കളെ പ്രസവിച്ചു പോയവർ, വാർദ്ധക്യത്തിന്റെ അടയാളങ്ങൾ തെളിഞ്ഞു തുടങ്ങിയവർ, ഇങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെ വിവാഹം ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട പൊതു സ്വത്തുക്കളായി വിട്ടുകൊടുക്കാനല്ല വേണ്ടത്, അവർക്കൊരു ജീവിതം കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇന്നും അതേപോലെ സഹനതയോടെ, സഹാനുഭൂതിയോടെ, സഹായ മനസ്ഥിതിയോടെ സഹായിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടാകാം. എന്നാൽ ആ ഒറ്റപ്പെടൽ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നിസ്സഹായതയുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിശാച് കൂടും. ആ പിശാചിന്റെ കൂടല് അവിടെ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഘട്ടം വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ സഹായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനിടയിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന അപരാധം അത് ഏറ്റവും വലിയ പാതകമാണ്. ഇബ്നു മസ്ഊദ്, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി ബന്ധപ്പെടലാണ് അത് ഏറ്റവും വലിയ പാതകമാണെന്ന് പറഞ്ഞു. ഈ പറയപ്പെട്ട ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ സൂറത്തുൽ ഫുർഖാനിന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഉദാഹരണങ്ങളും അവരുടെ അടയാളങ്ങളും വിവരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂക്തം, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. മനോഹരമായ പ്രകൃതിയുടെ വശ്യമനോഹാരിതയും ഭംഗിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിശ്വാസികൾ അടയാളങ്ങളായി. ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയാണ്, യഥാർത്ഥ മുഅ്മിനാണ് എന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 അടയാളങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയാം. ആ 5 സ്വഭാവ ഗുണങ്ങൾ എണ്ണിപ്പറയുന്നു. 5 കാര്യവും പറഞ്ഞു തീർത്തിട്ട് അല്ലാഹു പറയാണ്, ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും അവർ ചെയ്യില്ല എന്ന് വിശ്വസിക്കാവുന്ന ചില പാതകങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എണ്ണിപ്പറയാണ്. والذين لا يدعون مع الله إلها آخر والذين لا يدعون مع الله إلها آخر. അല്ലാഹു അല്ലാത്തൊരു ആരാധ്യ വസ്തുവിനെയും സൃഷ്ടാവായ റബ്ബിനോടൊപ്പം അല്ലാത്ത ഒരാളെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കൂട്ടാക്കുകയില്ല. പടച്ച റബ്ബല്ലാത്ത ഒരാളെയും അവർ ആരാധിക്കുകയില്ല. 1, ഏറ്റവും വലിയ പാപമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ശിർക്ക്. 2ാമത് പറയുന്നു, വലാ യഖ്തുലൂനൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. പരിശുദ്ധ ദീൻ അനുവദിച്ചിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടം തീർപ്പ് കൽപ്പിക്കുന്ന ന്യായമായ ഒരു കാരണത്തിന്റെ പേരിലല്ലാതെ ഒരാളുടെയും ജീവൻ ഒരു മുസ്ലിമും അപഹരിക്കുകയില്ല. ഒരു മുസ്ലിം ഒരിക്കലും ഒരാളെയും കൊലപ്പെടുത്തുകയില്ല. ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്, വൻ പാപങ്ങളിലൊന്നാണ്. എത്ര മുൻദേശമുണ്ടെന്ന് പറഞ്ഞാലും കൊലപാതകം ഏറ്റവും വലിയ പാതകമാണ്. അവന്റെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയുന്നതാ. കൂലിപ്പട്ടാളമായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. 3ാമത് പറഞ്ഞു, വലാ യസ്നൂൻ, അവർ വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരല്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. ഈ പാതകങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ഇക്കൂട്ടത്തിൽ ഈ പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയാൽ അവൻ തീർച്ചയായിട്ടും മഹാപാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നവരിലേക്ക് അവൻ ചെന്ന് ചേർക്കപ്പെടുക മാത്രമല്ല, ഇനി അവന്റെ ആ ചെന്ന് ചേർക്കപ്പെടുമ്പോൾ അവന്റെ അവസ്ഥ, അവനൊരു വിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ്, മുഅ്മിന്റെ ഗുണങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. അബദ്ധത്തിൽ സംഭവിച്ചു പോയി, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പാതകം സംഭവിച്ചു പോയി, എന്നിട്ട് അതിൽ നിന്നും പശ്ചാത്തപിക്കുന്ന ഒരു കാര്യം ഉണ്ടായില്ല. അവൻ അങ്ങനെ തന്നെ ജീവിച്ചു. അങ്ങനെ അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ നരകത്തിലേക്കാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. നാളെ പാരത്രിക ലോകത്ത് ശിക്ഷ അധികരിപ്പിച്ച് ഇരട്ടിയാക്കി കൊടുക്കപ്പെടും. അവൻ അനന്തമായ നരകത്തിൽ തന്നെ കിടക്കുകയും ചെയ്യും, അനന്തമായി നരകത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യും. ഇതൊരു വിശ്വാസിയായ ആളുടെ കാര്യം. തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ, പാപമോചനം തേടാനുള്ള സമയം കണ്ടെത്താതെ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നൊരു വിശ്വാസിയാണോ? അവന്റെ ശിക്ഷയെക്കുറിച്ചാ പറഞ്ഞത്. എന്നാൽ തെറ്റുകൾ സംഭവിച്ചു പോയി എന്നതിന്റെ പേരിൽ അവൻ ഉറപ്പായിട്ടും നരകമാണെന്ന് വിശ്വസിക്കണ്ട. അല്ലാഹു തുടർന്ന് പറയുന്നു, ഇല്ലാമൻ താബ് വആമന വഅമില അമലൻ സാലിഹാ.
ഇവരെ അള്ളാഹു ഒഴിവാക്കും. ഇതൊക്കെ സംഭവിച്ചു പോയി. മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുപോയി, തെറ്റുകളിലേക്ക് പ്രചോദിപ്പിക്കപ്പെടുന്ന പ്രകൃതമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യ ശരീരവും മനസ്സും അങ്ങനെയാണ്. തിന്മകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രകൃതമാണ് മനുഷ്യൻ്റെത്. സംഭവിച്ചു പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടതില്ല. സംഭവിച്ചുപോയി. ആ സംഭവിച്ചു പോയതിനെ ഓർത്തിട്ട് കുറ്റബോധം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകരുത്. സംഭവിച്ചു പോയതിനെ ഓർത്ത് എന്നെന്നും ദുഃഖമുണ്ടാകണം. തൗബയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കണം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. തൗബ ചെയ്യാൻ ആഗ്രഹിച്ചവരൊഴികെ, വആമന വിശ്വാസം പുതുക്കാനും ആഗ്രഹിച്ചവരൊഴികെ. ഒരുപാട് പാതകങ്ങളെ കുറിച്ച്, ഒരുപാട് തിന്മകളെ കുറിച്ച്, തെറ്റുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ സ്ഥലങ്ങളിൽ, അധിക സ്ഥലങ്ങളിലും ഉപയോഗിക്കാത്തൊരു പ്രയോഗം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ പാതകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. തൗബ ചെയ്യാൻ തീരുമാനിച്ചവനൊഴികെ, വആമന വിശ്വാസം പുതുക്കാൻ തീരുമാനിച്ചവനൊഴികെ. വആമന ഇല്ലാമൻ താബ, തൗബ ചെയ്യുക എന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞത്, വആമന വിശ്വാസം ഒന്നും കൂടി പുനഃക്രമീകരിക്കുക എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ 3 പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഏറ്റവും വലിയ പാപങ്ങളായി എണ്ണപ്പെടുന്ന 3 പാപങ്ങളാണ്. ഇത് സംഭവിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഈമാൻ ബലഹീനമായി പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളിലായി തന്നെ മരണപ്പെടേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അവന്റെ ആഖിബത്ത് മോശമായി പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. സ്വാലിഹീങ്ങളോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസം ഒന്നുകൂടെ പുനഃക്രമീകരിക്കുകയും ചെയ്ത ആളുകൾ ആരാണോ, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഉള്ളറിഞ്ഞുകൊണ്ട് തൗബയുടെ ഷർത്ത് ഫർളുകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സഹോദരിമാർ പ്രത്യേകിച്ച് തൗബയുടെ കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ദിവസം ഇരിക്കാറൊക്കെ ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസം, റമളാനിന്റെ അവസാനത്തെ 10 ദിവസത്തിലൊക്കെ തൗബ എന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് തൗബ എന്ന് പ്രിന്റ് ചെയ്ത് വായിക്കപ്പെടുന്ന ഒരു ബുക്ക് എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പേജ് ഇങ്ങനെ തൗബ എന്ന് പറഞ്ഞ് വായിച്ചു പോകും. ഇതാണ് തൗബ എന്ന് അവർ ധരിച്ചു വെച്ചേക്കുക. അല്ല എന്ന് മനസ്സിലാക്കട്ടെ. തൗബ എന്നാൽ ഒരു കേവല പുസ്തകം അല്ലെങ്കിൽ ഒരു കടലാസ് എടുത്ത് വായിച്ചു പോകലല്ല തൗബ. തൗബ എന്നാൽ ഒന്നാമത് പശ്ചാത്താപമാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു പോയി, എന്താണ് പാപം, എന്താണ് പുണ്യം. പാപകർമ്മം ചെയ്തു പോയാൽ ചെയ്യണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വരുന്നതാണ്. അതിന്റെ പേരിൽ കുറ്റബോധവും മനസ്സാക്ഷി കുറ്റം ഉണ്ടാകുന്നതാണ് പാപം. ഇത് കഴിഞ്ഞു പോയാൽ ആ കഴിഞ്ഞു പോയതിനെ ഓർത്ത് എപ്പോഴും ചിന്തയുണ്ടാകണം, ടെൻഷൻ ഉണ്ടാകണം, അതിനെ ഓർത്തൊരു ദുഃഖമുണ്ടാകണം. ഇതാണ് തൗബയുടെ ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തേത്, അതിലേക്ക് ഇനി അവസരം കിട്ടിയാലും അത് ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയമാണ് രണ്ടാമത്തേത്. പിന്നെ ഹൃദയം തുറന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പടച്ചവനെ നീ മാപ്പ് തരണേ എന്ന് പറയലാണ് 3. ഈ 3 കാര്യങ്ങളാണ് തൗബ. ഇനി ഇതിനോടൊപ്പം അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തൗബ 3 ശരിയായാലും തൗബ സ്വീകരിക്കപ്പെടാതിരിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. മഖ്ലൂക്കുകളുമായി എന്തെങ്കിലും ഇടപാട് ബാക്കിയുണ്ടെങ്കിൽ അവന്റെ തൗബയുടെ കാര്യം സംശയത്തിലാണ്. സൃഷ്ടിപ്രപഞ്ചത്തില് സഹജീവികളുമായി, സഹപ്രവർത്തകരുമായി, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ മനുഷ്യർക്കിടയിലുള്ള ബാധ്യതകൾ മനസ്സാ വാച കർമ്മണ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെങ്കിലും രൂപത്തിൽ ആർക്കെങ്കിലും പൊരുത്തം ചോദിക്കേണ്ട, വിട്ടുവീഴ്ച ചെയ്തു കിട്ടേണ്ട, അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട എന്തെങ്കിലും ബാധ്യതകൾ നിലനിൽക്കുന്നുവെങ്കിൽ അക്കാര്യത്തിന്റെ ഒരു പൂർത്തീകരണം കൂടി വരാത്തിടത്തോളം ആ തൗബയുടെ കാര്യവും സംശയത്തിലാണ് എന്നതാണ് പഠിപ്പിക്കപ്പെടുക. അത്തരത്തിലുള്ളൊരു ബാധ്യതകളിലും ഒരാപത്തുകളിലും പെട്ടുപോകാതെ നാഥനായ റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, തൗബയുടെ നിരരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഭാരതന്മാരായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ പ്രവാചകൻ, പരിശുദ്ധ റമളാനിന്റെ 2ാമത്തെ 10 ദിവസങ്ങൾ മഗ്ഫിറത്തിന്റെ ദിവസങ്ങളായി നമ്മെ പഠിപ്പിച്ചു. ആ മഗ്ഫിറത്തിന്റെ ദിവസങ്ങൾ, പാപമോചനത്തിന്റെ ദിവസങ്ങളിലായി പടച്ചറബിന്റെ അടുക്കൽ ആരാണോ ഹൃദയം തുറന്നുകൊണ്ട് പശ്ചാത്തപിക്കുവാൻ ആരാണോ മനസ്സ് കാണിക്കുന്നത്, അവന് പടച്ചറബ് തീർച്ചയായിട്ടും പുറത്തു കൊടുക്കും. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശാ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വലൗ ഫഅലൂ
വലവല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചു പോയി, തിന്മ ചെയ്യാത്ത തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല, പ്രവാചകന്മാർ മാത്രമാണുള്ളത്. പ്രവാചകന്മാർ മാത്രമാണ് പാപികളല്ലാതെയുള്ളത്. അല്ലാത്ത മനുഷ്യരെല്ലാവരും പാപികളാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. എല്ലാ ആദം സന്തതികളും പാപികളാണ്. എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്, ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അതിന്റെ ഗ്രാഫിൽ മാത്രമേ വ്യത്യാസമുണ്ടാവൂ. ആ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിനെ ഓർത്തിട്ട് പശ്ചാത്തപിക്കുന്നവരാരാണോ അവരാണ് ഏറ്റവും ഉത്തമരായ ആദം സന്തതികൾ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഖുർആൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അങ്ങനെ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചു പോയി, ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ മേൽ നഫ്സിന്റെ മേൽ അതിക്രമം പ്രവർത്തിച്ചു പോയി, സംഭവിച്ചു പോയാൽ പിന്നെ ഉണ്ടാകേണ്ടത് അതിനുള്ള ഓർമ്മ, അതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്, കുറ്റബോധമാണ്. ആ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അവൻ പടച്ചറബിനോട് ഇസ്തിഗ്ഫാർ തേടലുമാണ് പിന്നീടുള്ളത്. അങ്ങനെ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ ഉലൈക ജസാഉഹും മഗ്ഫിറ, ഉലൈക ജസാഉഹും മഗ്ഫിറ, അവർക്ക് പാപമോചനം നൽകിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകിക്കൊണ്ടാണ് അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുക. ദുആ ചെയ്യുക എന്നതൊരു ഇബാദത്താണ്. തൗബ ചെയ്യൽ ഒരു ആരാധനയാണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, സദഖ പോലെ പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന ഒരു ആരാധനയാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനകളുടെ മജ്ജ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആരാധനകൾ നിർവഹിച്ചു എന്നതിന്റെ പേരിൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയില്ല. ആരാധനകൾ കഴിഞ്ഞാൽ ആ ആരാധനകൾക്ക് ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, അല്ലാഹുവേ ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ, രണ്ടും പ്രവാചകന്മാരാണ്, രണ്ടുപേരും ചെയ്ത കർമ്മം പടച്ച റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ് എത്തിയത്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പടച്ചവനെ നിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തു, നിന്റെ എഞ്ചിനീയറിംഗിലായി, മേൽനോട്ടത്തിലായി, ജിബ്രീലിന്റെ സാന്നിധ്യത്തിലായി നിർവഹിച്ചു എന്നതിന്റെ പേരിൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നോമ്പിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത് ഓരോ ആരാധനകളുടെ പര്യവസാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, പ്രാർത്ഥനകളോടെയാണ് അതിന്റെ പൂർത്തീകരണം പഠിപ്പിച്ചു. ചില ആളുകൾ തിരക്ക് പിടിച്ചെഴുന്നേറ്റ് ഓടാറുണ്ട്. നിസ്കാരത്തിന് 14 ഫർളേ ഉള്ളൂ, ശരിയാ. 14ാമത്തെ ഫർള് അസ്സലാമു അലൈക്കും പറയല, അതോടുകൂടി നിസ്കാരത്തിന് 14 ഫർളും കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം ഔറാദുകളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഔറാദുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ ഞാൻ നിർവഹിച്ച നിസ്കാരം, ഈ നിസ്കാരത്തിന്റെ കോലവും ഹാലും നമുക്ക് ആർക്കും അറിയില്ല റബ്ബേ, ഇതിനെ നീ സ്വീകരിക്കണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യാം. ദുആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഒരു സദസ്സിൽ, ഒരു വീട്ടിൽ ഒരു ദുആ നടക്കുകയാണ്. ആളുകൾ കുറെ പേര് കൂടി നിന്നിട്ട് അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദുആ ചെയ്യാണ്. നല്ല ഇസ്ലാമിയത്ത് തോന്നുന്ന വേഷവിധാനവും രൂപഭംഗിയുമുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ രണ്ട് കൈയും താഴ്ത്തിയിട്ടിട്ട് ആ മുസ്ലിങ്ങൾ വന്ന് നിൽക്കും പോലെ നിൽക്കുക. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്യലേ ഒരു പാപമാണ്. ആരൊക്കെയോ പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അദ്ദുആഉ മുഖുൽ ഇബാദ. എവിടത്തെ ദുആയാണ്, ഏത് ദുആയുടെ വിഷയത്തിലാണ് തർക്കമുള്ളത്? ഇതൊന്നും അറിയത്തില്ല. ദുആ എല്ലാം പാപമെന്ന് മനസ്സിലാക്കിയേക്കുക. അരിവും മൂലയും മാത്രം പഠിച്ചിട്ട് ഇറങ്ങിയാൽ സംഭവിക്കുക. ഞാൻ മുമ്പൊരിക്കൽ വിശദമായി പറഞ്ഞുപോയി, പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാപ്തി കേവലം പരിഭാഷകൾ ഒതുങ്ങുന്നതല്ല, കേവലം പരിഭാഷകൾ ഒതുങ്ങുന്നതല്ല. പരിശുദ്ധ ഖുർആൻ പരിഭാഷകളിലൂടെ ഖുർആനെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് 500 കൊല്ലമായിട്ടില്ല, 500 കൊല്ലമായിട്ടില്ല. അതിനു മുമ്പ് ലോകത്തൊരു ഭാഷയിലും പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. തഫ്സീറുകളിലൂടെ മാത്രമേ തഫ്സീറുകളിലൂടെ മാത്രമേ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട്? പരിഭാഷകളിലൂടെ ഖുർആനെ മനസ്സിലാക്കൽ അസാധ്യമാണ്, അസാധ്യമാണ്, അസാധ്യമാണ്. ഖുർആൻ പഠനം പരിഭാഷകളിലൂടെ അസാധ്യമാണ്, അസാധ്യമാണ്, അസാധ്യമാണ്. തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക, സാധ്യമല്ല. എന്തേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് ലോകം മുഴുവനും യാത്ര ചെയ്തു പോയി. അവരെത്തിയ നാടുകളിൽ വിവിധ ജാതി മതവിഭാഗങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി. അവരുടെ ഭാഷയിലേക്ക് ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കപ്പെടാൻ പാടില്ലായിരുന്നു. അവർക്കറിയാത്തത് കൊണ്ടാണോ? അല്ല. ഖുർആൻ പഠിക്കാൻ ഹദീസുകളിലൂടെ പഠിക്കണം, ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഖുർആൻ പരിഭാഷകളിലൂടെ മനസ്സിലാക്കുന്നത് കേവലം വാക്കർത്ഥങ്ങൾ മാത്രമാണ്. ആ വാക്കർത്ഥങ്ങൾക്കപ്പുറം ഒരിക്കലും ഖുർആൻ പരിഭാഷകളിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. പരിഭാഷകളിലൂടെ ഖുർആനെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചതിന്റെ അനന്തരഫലമാണ് ഏക സിവിൽ കോഡ് ഇന്ന് ഈ ഉമ്മത്ത് ചോദ്യചിഹ്നമായി നിൽക്കുക. കോടതി വരാന്തകളിൽ ഖുർആനിന്റെ അർത്ഥമെടുത്തിട്ട് ഇതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയെടുക്കുവാൻ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ മുസ്ലിം ഉമ്മത്ത് വഴിവെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേവല പരിഭാഷകളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിയതാണ്. തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. അള്ളാഹു തിരിച്ചറിവ് തരുമാറാകട്ടെ.
അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥനകൾ ആരാധനകളുടെ മജ്ജയാണ്. ഒരു മനുഷ്യന്റെ ശരീരം നാട്ടക്കുറ്റി പോലെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ അവന്റെ അസ്ഥിപഞ്ജരങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന മജ്ജയെ കുറിച്ചാ പറയാം. കൈകാലുകൾക്കുള്ളിലുള്ള ആ എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ അതിന് പ്രധാനമായും പവർ നൽകുന്നുവെങ്കിൽ ആ പവർ ആ മജ്ജയുടെ ആ ഏറ്റവും വലിയ കരുത്തുള്ള ഭാഗം അതാണ് ആ ശരീരത്തിന്റെ ആകത്തുക എന്നാ പഠിപ്പിക്കുക. ഇതുപോലെ ആരാധനകളുടെ ആകത്തുക പ്രാർത്ഥനയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് റഹ്മത്തിന്റെ ദിവസങ്ങൾ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ, പടച്ചവനെ എനിക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. ആ റഹ്മത്ത് ചോദിച്ചു പോയ അവസാന റഹ്മത്ത് കിട്ടിയവനാണ് മഗ്ഫിറത്തിന്റെ സാധ്യതയുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ മാപ്പ് നൽകണേ അല്ലാഹ്. തൗബ സ്വീകരിക്കണേ പടച്ചവനെ. തൗബയ്ക്ക് വേണ്ടിയിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടുകയാണ്. മൂന്നാമത്തെ 10, രണ്ടാമത്തെ 10 അവസാനിക്കുന്ന നോമ്പ് 18 മറ്റന്നാൾ ഞായറാഴ്ച മഗ്രിബോടെ മൂന്നാമത്തെ 10ലേക്ക് പ്രവേശിക്കും. ഈ പാപമോചനത്തിന്റെ 10 കഴിഞ്ഞാൽ പാപികളായ മനുഷ്യരെ കൊണ്ടെത്തിക്കപ്പെടുന്ന നരകമാണ്. ആ നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷയുടെ ദിനരാത്രങ്ങളാണ്. അതിനുവേണ്ടി ചോദിക്കേണ്ട ദിവസങ്ങളാ. ചുരുക്കി പറഞ്ഞാൽ 30 ദിവസവും പടച്ചവനോട് താണ് കേണ് നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബേ എന്നെ നീ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് രക്ഷ നൽകണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകളെ ഓർത്തിട്ട് പടച്ചവനോട് തൗബ ചെയ്യലാണ്. ആ തൗബ ചെയ്യുന്ന മനുഷ്യൻ അവൻ ഏറ്റവും വലിയ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂൽ മരണാനന്തരം ഖബർ ജീവിതം എന്ന ബർസഖി ജീവിതം, 6 അടി മണ്ണിന്റെ കുഴിയല്ല ഖബർ, പറഞ്ഞുപോയി. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ തുടങ്ങുന്ന അനന്തമായ ആത്മാവിന്റെ ലോകമാണ് ബർസഖി ജീവിതം. ആ ബർസഖി ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന സ്വർഗ്ഗ നരക ശിക്ഷ, സന്തോഷ ദുഃഖങ്ങൾ, ആ സന്തോഷ ദുഃഖങ്ങളിലൂടെ അവൻ ചെന്നെത്താൻ പോകുന്ന ലോകത്തിന്റെ അനുഭവങ്ങൾ ഉറപ്പായിട്ടും അവൻ കാണാൻ പോവുകയാണ്, അവൻ അനുഭവിച്ചറിയാൻ പോവുകയാണ്. ആ അനുഭവിച്ചറിയാൻ പോകുന്ന ആ ഓരോ കാര്യങ്ങളും സുനിശ്ചിതമാണ് എന്ന് ലോകത്ത് വെച്ച് നമ്മളെ പഠിപ്പിക്കപ്പെടുകയാണ്. ഈ ലോകത്ത് അത് കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തപ്പെടുകയാണ്. ആ ബോധ്യപ്പെട്ട സത്യത്തിലേക്ക് നമ്മൾ അടുക്കാൻ തുടങ്ങുന്നു. ആ സത്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും ഒരു മടങ്ങി വരവില്ല. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. പോയവരെല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ വരാനിരിക്കുന്ന നാട്ടിൽ ബാക്കിയായ മക്കളെ കുറിച്ച്, മരുമക്കളെ കുറിച്ച്, അന്ന് നമ്മൾ നമ്മുടെ അയൽപക്കങ്ങളിൽ പരസ്പരം കണ്ടു ചിരിച്ച് സംസാരിച്ച് പിരിഞ്ഞു പോയവരെ കുറിച്ച്, അവരുടെ ഇപ്പോഴത്തെ ഹാലാത്തുകളെ കുറിച്ച് അവർ ചോദിക്കും. എന്നിട്ട് അവർ പരിഭവങ്ങൾ പറയും. നമ്മളും അന്ന് വിചാരിച്ചത് ഇത്രയും ഭീകരമൊന്നുമല്ല എന്നാണ്, ഇത്രയും സന്തോഷമൊന്നുമല്ല എന്നാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അന്ന് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താണ് കാര്യം? സത്യനിഷേധികളായ ആളുകളുടെ അടുക്കലേക്ക് നരകത്തിനെ അല്ലാഹു കൊണ്ടുവരുന്ന ഒരു ഘട്ടമുണ്ട്. ആ നരകത്തിന്റെ ഭയാനകത ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പരിശുദ്ധ ഖുർആൻ നരകത്തിന്റെ മുമ്പിലേക്ക് അതിന്റെ അവകാശികളെ കൊണ്ടുവരപ്പെടുന്ന ഘട്ടം. ആ സമയത്ത് നരകത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ വിളിച്ചു പറയും, നിങ്ങൾക്ക് സ്വാഗതം, കടന്നു വരൂ. നിങ്ങളോട് ഇത് ദുനിയാവിൽ വെച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ട കാര്യമായിരുന്നില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നില്ലേ? സ്വർഗത്തിന്റെ അവകാശികളോട് പറയും, സർവമംഗളം കടന്നു വരൂ, ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ? എല്ലാവരും ഉറപ്പായിട്ടും അവിടേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ആ എത്തുന്ന സമയം നാം അനുഭവിക്കുകയും കാണുകയും ചെയ്യാൻ പോകുന്ന മഹാസത്യം അത് നമ്മൾ കണ്ടതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. മരണം അത് സുനിശ്ചിതമാണ്. എല്ലാവരും ഈ ലോകത്ത് ജനിച്ചു വീണോ എല്ലാവരും മരിച്ചിരിക്കും. ദുനിയാവ് ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ബാക്കിയാകുമായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും സുഖങ്ങൾ ബാക്കിയാകുമായിരുന്നെങ്കിൽ അതാകേണ്ടിയിരുന്നത് ലോകത്തെ മനുഷ്യരാശിയുടെ അത്യുന്നതനായ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിഅഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ദുനിയാവ് ബാക്കിയാകണമായിരുന്നു. അതൊരിക്കലും ബാക്കിയായിട്ടില്ല. അത് പ്രവാചകരെയും ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ നാളുകൾക്ക് ശേഷം നാം അധ്വാനിച്ച് നാം ഏതിനു വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങിയോ ആ ഓട്ടപ്പാച്ചിലൂടെ നാം നേടിയെടുത്തതിനെല്ലാം ഇവിടെ ബാക്കിയാക്കിയിട്ട് ഓരോ ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കും. 5 കാര്യങ്ങൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ 5 മനുഷ്യർക്ക് 5 വിഭാഗം ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കും. നമ്മുടെ മനോഹരമായ ശോഭ ഭംഗി
ലോകം ആസ്വദിക്കുന്ന സമൂഹ മധ്യത്തിൽ ഏറ്റവും അധികം പ്രസരിപ്പിച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന മാംസം, ആ മാംസം അത് മണ്ണിനും പുഴുക്കൾക്കുമുള്ളതാണ്. അതുപോലെ നമ്മുടെ അസ്ഥികൂടം അത് മണ്ണിലേക്കും ചേരുന്നതാണ്. നമ്മുടെ സമ്പത്ത് നമ്മുടെ അവകാശികളിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ഇബാദത്തുകളോ അത് നമ്മുടെ അക്രമ പ്രവർത്തനങ്ങളിലൂടെ അവകാശങ്ങൾ നിഷേധിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ആളുകളിലേക്ക് പോകും. അതുകൊണ്ട് ഓർമ്മയോടെ മനസ്സിലാക്കിക്കോ, നാം നേടിയതൊന്നും നമുക്കല്ലാതെയായി മാറുന്നൊരു കാലം നമ്മിലേക്ക് വരാനുണ്ട്. ഹബീബായ റസൂൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വെച്ച് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അതെല്ലാം നേരിട്ട് കാണുന്നൊരു ദിവസം, യൗമഇദി യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരു അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടുമുട്ടും, അതിലേക്ക് നമ്മൾ എത്തും. അതുപോലെ ഒരു തിന്മയാണ് സംഭവിച്ചതെങ്കിൽ അതും ഉറപ്പായിട്ട് നമ്മൾ അതിലേക്ക് എത്തുകയും അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതിന്റെ പ്രതിഫലം, അതിന്റെ എല്ലാ കാര്യവും നമ്മൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാനന്തരം നമ്മൾ എത്താൻ പോകുന്ന പാപവും പുണ്യവുമായിട്ട് നാം യാത്രയാകുന്ന പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ഇസ്രായേൽ സമൂഹത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം മരണാസന്നനാകുമെന്നുള്ള മനസ്സിലായപ്പോൾ തന്റെ മക്കളെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഇതാ മിത്തു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ശരീരത്തിനെ ഛിന്ന ഭിന്നമാക്കണം, എന്റെ ശരീരത്തിനെ നിങ്ങൾ വെട്ടിമുറിക്കണം. എന്നിട്ട് വദറൂഹു, നിങ്ങൾ എന്റെ ശരീരത്തിനെ കൊണ്ടുപോയി വെക്കണം നിസ്ഫഹു ഫിൽ ബർ, അതിന്റെ പകുതി ഭാഗം എന്റെ ശരീരത്തിനെ ഛിന്ന ഭിന്നമാക്കിയിട്ട് പകുതി ഭാഗം നിങ്ങൾ കൊണ്ടുപോയി ഭൂമിയിലെ പല ഭാഗത്ത് ഉപേക്ഷിക്കണം. വനിസ്ഫഹു ഫിൽ ബഹരി, എന്നിട്ട് ബാക്കിയുള്ള പകുതി ഭാഗം സമുദ്രത്തിൽ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഒഴുക്കി കളയണം. അവിടെയുള്ള മത്സ്യങ്ങൾ അതിനെ തിന്ന് അതിനെ ആഹരിച്ചുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കട്ടെ. എന്തിനു വേണ്ടി? അങ്ങനെ എന്റെ ശരീരം എവിടെയാണുള്ളത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലൂടെ ആ ശരീരത്തിനെ ഛിന്ന ഭിന്നമാക്കി ലോകത്തിന്റെ പല ഭാഗത്തിലേക്ക് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. എന്തിനു വേണ്ടിയാ? പിന്നെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ശിക്ഷയെ കുറിച്ച് കേട്ടല്ലോ, ആ ശിക്ഷയിലേക്ക് ഞാൻ ഉണ്ടാവുകയില്ലല്ലോ. ശരീരത്തിന് നിങ്ങൾ ഛിന്ന ഭിന്നമാക്കി കളയുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യാണ്, ഫഅമറല്ലാഹു ഫിൽ അർള് ഫഅമറല്ലാഹുൽ അർള, അല്ലാഹു ആ സമയത്ത് ഈ മനുഷ്യന്റെ മരണം കഴിഞ്ഞു, ഇതേപോലെ ആ മനുഷ്യന്റെ ജനാസയെ മക്കൾ ഛിന്ന ഭിന്നമാക്കി കുറെ സമുദ്രത്തിൽ ഒഴുക്കി കുറെ ഭൂമിയുടെ പല ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മനുഷ്യന്റെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഭൂമിയോട് പറഞ്ഞു, ഓ ഭൂമി, ഇവിടെ എവിടെയെല്ലാം നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാമാണോ ആ മനുഷ്യന്റെ അംശമുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. സമുദ്രത്തിനോടും പറഞ്ഞു എല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി വീണ്ടും പഴയ മനുഷ്യനാക്കി രൂപപ്പെടുത്തിയിട്ട് പടച്ചറബ് മുമ്പിലേക്ക് നിർത്തിയിട്ട് ചോദിച്ചു, ലിമ ഫഅൽത്, എന്തിനാ നീ ഇത് ചെയ്തത്? എന്തിനാ നീ ഇത്രയും വലിയ ഉദ്യമത്തിന് ഇറങ്ങിയത്? ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറയും, പടച്ചവനെ, ലിമ ഖശീതു, പടച്ചവനെ, ഞാൻ നിന്റെ ശിക്ഷയെ ഓർത്തിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും അദ്ദേഹത്തിന് ഒരു അമലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. ഒരുപാട് ആരാധനകളൊന്നും ചെയ്യാൻ കഴിഞ്ഞ മനുഷ്യനായിരുന്നില്ല. ഒന്നുമില്ലാതെ വെറും കൈയോടെ മരണത്തിലേക്ക് പോകുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളത് കുറെ തിന്മയാണ്. ഈ തിന്മയുമായിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ നിന്റെ മുമ്പിലേക്ക്, നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക റബ്ബേ എന്നോർക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന നരകം, ഞാൻ എത്തപ്പെടാൻ പോകുന്ന ശിക്ഷയുടെ ഭയാനകതയുടെ ലോകം, അതോർക്കുമ്പോൾ പടച്ച റബ്ബേ, നീ പഠിപ്പിച്ചത് പ്രകാരം, നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടും, ആത്മാവിനെ വീണ്ടും മടക്കി കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ ശരീരത്തിന്റെ ആത്മാവിന്റെ വിചാരണയുടെ ഘട്ടത്തിൽ ഈ ദുനിയാവിലൂടെ കടന്നുപോയ മുഴുവനും വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷയിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുമ്പോ അത് താങ്ങാൻ കഴിയില്ല അല്ലാ. അതുകൊണ്ടാണ് എന്റെ ബുദ്ധിക്ക് തോന്നി ഈ പണി ഞാൻ ചെയ്തത്. അള്ളാഹു പറഞ്ഞു, അപ്പൊ നിനക്കതിനെ കുറിച്ച് കുറ്റബോധമുണ്ടായല്ലേ? അതേ, കുറ്റബോധമുണ്ടായി. എന്നാൽ എങ്കിൽ ആ കുറ്റബോധത്തിന്റെ പേരിൽ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ഒരുപാട് ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ മനുഷ്യനുണ്ടായത് ഇത്രയും ആപത്തുകൾ, ഇത്രയും അബദ്ധങ്ങൾ, ഇത്രയും നന്മയില്ലായിക, തിന്മയുടെ കൂമ്പാരം. ഇതിനെ ഓർത്തിട്ട് മരണത്തിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുവാൻ, ദുഃഖിക്കുവാൻ, മക്കളോട് തന്റെ ബുദ്ധിക്ക് തോന്നിയ പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. അത്ര അദ്ദേഹം ചെയ്തോളൂ. അതിന്റെ പേരിൽ ആ കാര്യം പോലും അല്ലാഹു സ്വീകരിച്ചുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ, തിന്മകൾ, കുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. എത്ര വലിയ പാപിയാണെങ്കിലും ശരി, ലാ തൈഅസൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ
മഗ്ഫിറത്തിനെ തൊട്ട്, പടച്ചവന്റെ കാരുണ്യത്തിനെ തൊട്ട് നമ്മൾ നിരാശരാകേണ്ടയില്ല. നമുക്ക് അള്ളാഹു പുറത്തു തരും. പടച്ചവന്റെ അടുക്കലേക്ക് നമ്മളെ സ്വീകരിക്കും, നമ്മെ അള്ളാഹു വിളിക്കും. നാം പ്രധാനമായും തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ പരമാവധി ശ്രമിച്ചാൽ മാത്രം മതി. അതിനുള്ള ദിനരാത്രങ്ങൾ, അതിനേറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട ദിനരാത്രങ്ങളിലേക്കാണ് ഇനി നാം അടുത്തുകൊണ്ടിരിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇദാ കാന അവാഖിറു മിൻ അശ്രി റമദാൻ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് അരമുണ്ടിനെ ഇവർക്ക് കൊടുക്കുമായിരുന്നു. വഅയ്ഖല അഹ്ലഹു, തന്റെ കുടുംബത്തിനെ കൂടെ ഉണർത്തുമായിരുന്നു, ഓർമ്മപ്പെടുത്തുമായിരുന്നു. റമദാനിന്റെ അവസാനത്തെ 10 പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഈദുൽ ഫിത്തറിന്റെ മാസപ്പിറവി ദൃശ്യമായ ശേഷമാ തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നതെന്ന് ഹദീസുകളിൽ കാണാം. ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ട് അവിടെ ഇബാദത്തുകളിലായി മാത്രമായിട്ട് കഴിഞ്ഞുകൂടുക. ഇതാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ. അവിടെ ഖുർആനോദാം, നമസ്കരിക്കാം, സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യാം, അവിടെ കിടന്ന് ഉറങ്ങിയാലും ശരി. ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടിയാണെങ്കിൽ അതിനും കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹ്. പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു, ഏത് ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം? ഏത് രാവുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം? അയ്യുൽ ലൈൽ, ഏത് രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം? ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ പറയപ്പെട്ടു അൽ അവാഖിറു മിൻ അശ്രി റമളാൻ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ, 10 രാത്രികൾ. അതാണ് ഒരു വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രികൾ. എന്തേ കാരണം? പരിശുദ്ധ ഖുർആൻ അവതരിച്ച ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് ഉൾക്കൊള്ളുന്നത് ഈ അവസാനത്തെ 10ലെ ഏതോ ഒരു സമയത്തിലാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ആ രാത്രി ഏതാണെന്നറിയില്ല, ഏത് രാത്രിയാണത് നടക്കുന്നതെങ്കിലും ഉറപ്പാണ് ഒരു വർഷത്തിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. അത് ഏത് രാത്രിയിലാണ്, ഏത് സമയത്തിലാണ് അറിയില്ല, നമുക്കറിയില്ല. ആ രാത്രി ഏതായിരുന്നാലും ആ രാത്രി പരിപൂർണമായി പടച്ച റബ്ബിന് മർദിയായ നിലയിലാകാൻ കഴിയട്ടെ. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ ഉമ്മത്തുകൾ, മുൻഗാമികളായ ആളുകൾ പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പ്രവേശിക്കും. ജോലികളിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് കഴിയുന്ന എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. എല്ലാ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് ഒരു വർഷത്തിലെ 365 ദിവസത്തിൽ 355 ദിവസവും തിരക്കിൽ കഴിയുന്ന ഒരാൾ ഒരു 10 ദിവസം പള്ളിയിലായി മാത്രം കഴിഞ്ഞുകൂടാൻ സമയം കണ്ടെത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലേതെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകല് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള പകലാണ്. കാരണം ആ പകലിൽ ഒന്നിലാണ് അറഫയുടെ ദിവസമുള്ളത്. രാത്രികൾ ഏറ്റവും ശ്രേഷ്ഠം ഒരു വർഷത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. പകലിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി നമ്മളെല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളികളിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തണം. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുതൽ 21 രാവ് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് 21, 23, 25, 27, 29 ഒറ്റ രാവുകൾ അതിൽ കൂടുതൽ സാധ്യത പറഞ്ഞ ദിവസമാണ്. ഒറ്റയും ഇരട്ടയും വ്യത്യാസമില്ല. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുതൽ എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുതൽ അവസാനത്തെ 10 ദിവസവും പരമാവധി ഈ പള്ളിയിലായി ഹയാത്താക്കുവാൻ നമ്മൾ ഓരോരുത്തരും മനസ്സുവെക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഅ്തികാഫിന്റെ നിയ്യത്തിലായി പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ സമയം കണ്ടെത്തുക. തറാവീഹ് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോയി അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് പള്ളിയിൽ ബാക്കി സമയം ചിലവഴിക്കാൻ കരുതി മടങ്ങി വരിക. പള്ളിയിലേക്ക് എത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുക. രാവിലെ രാവിലെ സഹറിന് വേണ്ടിയിട്ടുള്ള അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം എല്ലാം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ സൗകര്യത്തിലും ഒക്കെ നമ്മൾ പങ്കാളികളാവുക. എല്ലാ വർഷവും നമുക്ക് സാൽവാടയിൽ ജലീൽ സാഹിബ് അതിനുള്ള സൗകര്യം ചെയ്തു തരാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് കുറെ കൂടി നോമ്പ് തുറക്കാനും പള്ളിയിലെ പങ്കാളിത്തത്തിലുമൊക്കെ അൽഹംദുലില്ലാഹ് കുറെ കൂടെ ആളുകളുണ്ട്. അത് കൂടുതൽ ഇനിയും മുന്നോട്ട് വരട്ടെ. ഇഫ്താറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഏകദേശം ആ ഒരു ധാരണയിലാണ് മുന്നോട്ട് പോയതെങ്കിലും ഏകദേശം ഇപ്പോ മനസ്സിലാകുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് നടക്കുന്നില്ല. അതിന്റെ ഏകദേശം ഒരു പകുതി കൂടെ ആളുകൾ കൂടുതലുണ്ട് ഇപ്പോ. അതുകൊണ്ട് തന്നെ കുറെ കൂടെ സാധനങ്ങൾ ആവശ്യമായി വരുന്നു. പയറും അരിയും ഒക്കെ കൂടുതൽ വേണ്ടി വരുന്നുണ്ട്.
വിട്ട് സാമ്പത്തികം കഴിഞ്ഞ വർഷം കിട്ടിയതിന്റെ പകുതി പോലും ജമാഅത്തിന്റെ പരിപാലന സമിതിക്ക് കിട്ടിയിട്ടില്ലാത്ത അവസ്ഥയാണ്. കാര്യമായിട്ട് എല്ലാവരും അതിൽ പങ്കാളികളാവുക, സഹകരിക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ സദഖാത്തുകൾ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒരു കാര്യമാണ് സദഖയുടെ കാര്യം. നന്മയുടെ വിഷയത്തിൽ പള്ളിക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിലെ അവശരായ വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നത് റമളാനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അവസാനത്തെ പത്തിൽ പ്രത്യേകം പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, കൊടുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടം വരികയില്ല, കൊടുക്കുന്നവന് കിട്ടുക തന്നെ ചെയ്യും. സമൂഹത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക. ധർമ്മിഷ്ഠരായ ആളുകൾ അവർക്ക് കുറവ് വന്ന കാര്യം നമ്മൾ കേൾക്കൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. പിശുക്കന്മാർക്കാണ് എപ്പോഴും പിശുക്ക് പറയാനുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നു, ഇമാമുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സാഹചര്യം ഉണ്ടാകുന്നത് ആർക്കാണെന്നറിയുമോ? എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി അരുൾ ചെയ്യുന്നു, രണ്ട് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു, എല്ലാ അടിമകളും പ്രഭാതത്തിലാകുമ്പോ ആ പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. എല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂമാനി അഹദുഹുമാ, അതിലൊരു മലക്ക് എന്നിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ പടച്ചവനെ കൊടുക്കുന്ന മനുഷ്യനെ നീ അധികരിപ്പിച്ചു കൊടുക്കണേ കൊടുക്കുന്നവന് നീ അധികരിപ്പിച്ചു കൊടുക്കണേ പിടിച്ചു വെക്കുന്ന പിശുക്കനായ ആളുകൾക്ക് നീ ദാരിദ്ര്യവും കഷ്ടതയും കൊടുക്കണേ അല്ലാ. പിശുക്കനെ സംബന്ധിച്ചിടത്തോളം പിശുക്ക് പറഞ്ഞ് യാഥാർത്ഥ്യത്തിൽ പിശുക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് അവൻ എത്തപ്പെടും. ധർമ്മിഷ്ഠരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരവും അല്ലാഹു കൊടുക്കും. ദീനിന്റെ മാർഗത്തിൽ പള്ളിക്ക്, സമൂഹത്തിന്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ചെലവഴിക്കുമോ അതിനനുസരിച്ച് അല്ലാഹു ബറക്കത്ത് ചെയ്യും. ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന വീഴ്ചകളുടെ പരിഹാരമായിട്ട് കൂടിയാണ് ഫിത്ർ സക്കാത്ത് പഠിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആ ഫിത്ർ സക്കാത്തിന്റെ തുടക്കത്തിലൊക്കെ പെരുന്നാൾ ദിവസവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ കേരളം പോലെയുള്ള അത്യാവശ്യ സൗകര്യമുള്ള നമ്മുടെ നാട്ടിൽ കുറവാണ് എന്നേ ഉള്ളൂ. ബാക്കി ലോകം മുഴുവനും ഇതേ അവസ്ഥയിൽ പെരുന്നാളിന് പോലും റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത്. അത് കേവലം ഒരു 2.5 കിലോ ആണ്, 2.600 ആണോ, 2.660.3 ഇങ്ങനെയൊന്നും മില്ലിഗ്രാമും സ്വർണ്ണ തൂക്കൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കൊടുത്തോളി, അതിന്റെ പേരിലൊരു പാവവും കിട്ടത്തില്ല. നമുക്ക് കൊടുക്കാൻ കഴിയുന്നിടത്തോളം. അത് പെരുന്നാൾ ദിവസത്തെ കേവലം ഒരു അരിക്കിറ്റ് മാത്രമായിട്ടൊന്നും കണക്കാക്കണ്ട. ആ ദിവസം, പെരുന്നാളിന്റെ ദിവസം എന്തെല്ലാമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ പാവങ്ങളായ ആളുകളും ആഗ്രഹിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കി കൊടുക്കാൻ, ഭക്ഷണവും വസ്ത്രവും വിഭവസമൃദ്ധമായ എല്ലാത്തിനുമുള്ള അവസരം കൊടുക്കാൻ ഇവിടെ നമ്മുടെ പള്ളിയിൽ അതിനുള്ള പ്രത്യേക കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും പങ്കാളികളാകാൻ കഴിയുന്നവരൊക്കെ അതിൽ പങ്കാളികളാവുക. 120 രൂപയാണ് അതിനു വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ കാര്യവും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.